my YouTube channel. അപ്പോൾ ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ എവിടെയാണ് പോകുന്നത് വെച്ചാൽ കഴിഞ്ഞ ദിവസം ശനിയാഴ്ച രാത്രി ഇങ്ങനെ നാളെ എവിടെ പോകുമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഒരു ഇൻസ്റ്റഗ്രാം റീല് കണ്ടത്. അപ്പോൾ അതിൽ കണ്ടത് പ്രകാരം ആ സ്ഥലത്തേക്കാണ് ഞങ്ങൾ ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ പോകുന്നത് അവിടേക്കല്ല, ഉച്ചയ്ക്ക് ഇറങ്ങിയിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് പുറത്ത് സഫാരി മാളിലേക്കാണ് ആദ്യം പോകുന്നത്. അപ്പോൾ മാളിലേക്ക് കയറിയപ്പോൾ അവിടെ മസാജ് ചെയ്യുന്ന മെഷീൻ കണ്ടു. അപ്പോൾ അതിലേക്കൊന്നിരുന്ന് മസാജൊക്കെ ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മസാജ് ചെയ്യുന്നത് കണ്ടിട്ടാണ് മോള് ചിരിയോട് ചിരി ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ചിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് നല്ലൊരു ഫുഡൊക്കെ കഴിച്ചു. ഫ്രൈഡ് റൈസും പിന്നെ അതിനായിട്ട് ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ നമ്മുടെ സ്ഥലത്തേക്ക് യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥലം, ഷാർജ ഡിസേർട്ട് പാർക്ക്. അപ്പോൾ നമ്മൾ സ്ഥലത്തെത്തി. അപ്പോൾ ആദ്യം നമ്മൾ പോകുന്നത് അറേബ്യാസ് വൈൽഡ് ലൈഫ് സെൻറ്ററിലേക്കാണ്. കാരണം അവിടെയാണ് കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റിയ പാമ്പ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ അവിടേക്കാണ് ആദ്യം പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മളിവിടെ കയറുമ്പോൾ എൻട്രൻസ് അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ടിക്കറ്റൊക്കെ തരും. അപ്പോൾ നമ്മളൊരു 3-3:30 ആകുമ്പോൾ അവിടെ എത്തി. അപ്പോൾ അവിടെ കുറച്ച് ക്യൂ ഉണ്ടായിരുന്നു മുന്നിലൊക്കെ. അപ്പോൾ നമ്മളെപ്പോലെ കുറേ പേര് കുട്ടികളെയും കൊണ്ട് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്യൂ ഒക്കെ കഴിഞ്ഞ് ഓരോ വണ്ടികളായിട്ട് ഇങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്ത് നമ്മുടെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഉള്ളിൽ കയറുമ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ വൈൽഡ് ലൈഫ് സെൻറ്ററിൽ പാമ്പുകളാണ്. നിറയെ പാമ്പുകൾ, ഒരുപാട് പാമ്പുകളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അറിയാതെ ഫോണിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കിയുള്ള വീഡിയോസാണിപ്പോൾ നിങ്ങൾ കാണുന്നത്. അതൊക്കെ ഒരു ഇരുട്ടുമുറിയിലായിരുന്നു. അപ്പം പുറത്ത് വന്നപ്പോൾ നല്ല വെളിച്ചമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ നമ്മൾ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു, ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ മോളുടെ വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ പിന്നെ നമ്മൾ ചേരുന്നത് ഇങ്ങനൊരു സ്ഥലത്താണ്. ഇവിടെ കുറേ പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മറ്റേ മാന കണ്ടത് കാണുന്നില്ല, എത്ര ഉണ്ട്. അതാ നല്ലത്. പക്ഷിയാണ് ഒട്ടപ്പക്ഷി.
എല്ലാ ആനിമൽസിനെല്ലാം കണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ചിരിച്ചത് നമ്മുടെ ഈ മങ്കിയുടെ അടുത്തെത്തിയപ്പോഴായിരുന്നു. അപ്പോൾ മങ്കി ഒരു മറ്റേ മങ്കിക്ക് എന്താണ് പേനൊക്കെ എടുത്തത് ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നേരെ അതിൻ്റെ അപ്പുറത്തൊരു മങ്കി ഇതാ ഇങ്ങനെ എന്താ തപസ്സിരിക്കും പോലെയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഒരുപാട് ചിരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ചിരിച്ചത് ഈ മങ്കിയുടെ കളികൾ കണ്ടിട്ടാണ്. അവിടെ എത്തിയപ്പോഴാണ്. അപ്പോൾ ഇതാ കണ്ടോ ഈ മങ്കി നോക്കിയാൽ ഇങ്ങനെ ഇരിക്കുകയാണ്, ഇരുന്ന് ഉറക്കം നിൽക്കുകയാണ്, തപസ്സിരിക്കുമ്പോൾ ഇരുന്ന് ഉറക്കം നിൽക്കുകയാണ്. അപ്പോൾ അത് കണ്ട് ഒരുപാട് ചിരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്നത് ഇയാളെ കാണാനാണ്. പിന്നെ കണ്ടു ചീറ്റയെ കണ്ടു, പിന്നെ എന്താണ് ലിയോപാഡിനെ കണ്ടു. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ പോയത് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ്. അവിടെ ഒന്ന് ചുറ്റിക്കറങ്ങി അങ്ങനെ ഇങ്ങിറങ്ങി. പിന്നെ പോയത് ചിൽഡ്രൻസ് ഫാമിലേക്കായിരുന്നു. അവിടെ ഒട്ടകം, പശു, കോഴി, പിന്നെ എന്തിനുള്ള ആട് എല്ലാം ഉണ്ടായിരുന്നല്ലേ. അപ്പോൾ മോള് ആടിന് പുല്ല് കൊടുത്തു അല്ലേ. ഒട്ടകത്തിനെല്ലാം കാണാൻ നല്ല രസമുണ്ടായിരുന്നില്ലേ. പിന്നെ ഏതാണെന്ന് വെച്ചാൽ ഒരു പശുവിൻ്റെ ഡെമോ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പാല് കറക്കാൻ പോയിട്ട് അങ്ങനെ പാല് കറക്കുന്നതാണ് ഈ കാണുന്നത്. അത് നല്ല രസമായിരുന്നല്ലോ വച്ചു, രസമുണ്ടേനാ. പിന്നെ ഇതാ പുല്ല് കൊടുക്കുന്നത്, അത് നല്ല രസമുണ്ടേനാ. തിന്നുന്നുണ്ടല്ലേ. പിന്നെ ഏറ്റവും ലാസ്റ്റിലായിട്ട് എല്ലാം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയത്. അപ്പോൾ അവിടെ പോയി അവിടെ ഇങ്ങനെ ഒരുപാട് ചുവന്ന പൂക്കളൊക്കെ വീണിട്ടുണ്ടായിരുന്നു. അതൊക്കെ പെറുക്കി അടിക്കായിരുന്നു മോള്. അപ്പോൾ ആ പാർക്കിലും കൂടെ കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ചത് മാത്രമല്ല, ഒരുപാട് കാണാനുണ്ടായിരുന്നു അവിടെ. കുറേയൊന്നും വീഡിയോ മിസ്സായിപ്പോയി. അപ്പം പോകാത്തവരവിടേക്ക് പോവുക. കാരണം ടിക്കറ്റ് ഒക്കെ പൈസ ഒക്കെ വളരെ കുറവാണ്. 20 ദിർഹംസേ ഉള്ളൂ ഒരാൾക്ക്, കുട്ടികൾക്ക് ഫ്രീയുമാണ്. പിന്നെ ഒരു 5:30-6 മണിക്കുള്ളിലെങ്ങാനും അത് ക്ലോസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിനുള്ളിൽ എല്ലാം കാണാൻ പറ്റുന്ന രീതിയിൽ പോവുക. കാരണം ഒരുപാട് കാണാനുണ്ട്. നമ്മൾ കുറച്ച് നേരത്തെ പോവുക. പിന്നെ എല്ലാവരുടെയും ഡൗട്ടായിരിക്കും ഈ ചൂട് കാലത്ത് അവിടേക്ക് പോകാൻ പറ്റുമെന്ന്. അപ്പോൾ ചൂട് കാലത്ത് പോകാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണ് ഈ ഡെസേർട്ട് പാർക്ക്. അപ്പോൾ നമുക്ക് ഇഷ്ടമായോ അവിടെ പോയത്? നല്ല ഇഷ്ടമായോ? എന്തൊക്കെ കണ്ടായിരുന്നു? എല്ലാം കണ്ടോ? നല്ല ഇഷ്ടമായോ? വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുന്ന. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ബൈ. ബൈ. ബൈ പറ. അപ്പം ബൈ.